ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു ചെറിയൊരു പാട്ടായ കരളിനെ കുറിച്ച് നോക്കിയാലോ. കുറച്ച് കാര്യങ്ങൾ കരളിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമാക്കി തരാം കേട്ടോ. അപ്പോൾ കരളിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരളിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി എന്ന് പറയും. നമ്മുടെ കരളിൻ്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ആണ് നമ്മുടെ കരളുടെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം എന്ന് പറയുന്നത് പിത്തരസമാണ്. ഈ പിത്തരസം സംഭരിച്ച് വയ്ക്കുന്നത് നമ്മുടെ പിത്താശയത്തിലാണ്. നമ്മുടെ കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബ്രിനോജനാണ് നമ്മുടെ കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ. കരളിൽ സംരക്ഷിക്കുന്ന അഥവാ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജനാണ് കേട്ടോ. അപ്പോൾ കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ. കരളിൽ നിന്നും പുറത്തു വരുന്ന വിഷപദാർത്ഥം എന്ന് പറയുന്നത് അമോണിയയാണ്. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും, അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു യൂറിയ. രക്തത്തിൽ കലരുന്ന നമ്മുടെ വിഷപദാർത്ഥങ്ങൾ ആൽക്കഹോൾ തുടങ്ങിയവ വിഘടിപ്പിക്കുകയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് കരളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. സിറോസിസ് അറിയാലോ, കരളിലെ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സിറോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. നമ്മുടെ കരളിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് പറയുന്നത് നമ്മുടെ കരൾ ആണ്. ഏറ്റവും വലിയ ആന്തരികാവയവവും നമ്മുടെ കരളാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം എന്ന് പറയുന്നത് നമ്മുടെ കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അതും കരൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവവും കരൾ തന്നെയാണ്. കരൾ ഒരു കഷ്ണം മുറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വളരും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടോ കാര്യം. മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും നമ്മുടെ കരൾ ആണ് കേട്ടോ. രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന ഒരവയവം കൂടിയാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത്. യൂറിയ നിർമ്മാണം നടക്കുന്നതും നമ്മുടെ ഈ കരളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കുന്നതും ഈ നമ്മുടെ കരളിൽ വെച്ച് തന്നെയാണ്. പിന്നെ മദ്യം ബാധിക്കുന്ന ശരീരാവയവം എന്ന് പറയുന്നത് കരളാണ്. ഈ മദ്യപാനികൾക്ക് കൂടുതലും സിറോസിസ് എന്ന് പറയില്ലേ, കൂടുതലും ഈ മദ്യം ബാധിക്കുന്നത് കരളിനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് മദ്യപാനികൾക്കാണ് കൂടുതലും സിറോസിസ് വരാൻ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ, അതിനാ പറഞ്ഞാൽ സിറോസിസ് ആണ്, ജീർണിച്ച് വരും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാരം ഉള്ള ജീവി എന്ന് പറയുന്നത് കരളിനാണ് കേട്ടോ. കരളിന് ഭാരം കൂടുതലുള്ള ജീവി എന്ന് പറയുന്നത് പന്നിയാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിലിവിർഡിൻ ആൻഡ് ബിലിറുബിൻ. പിന്നെ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ കരളിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ നല്ലവരായ കൂട്ടുകാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും മറക്കരുത് കേട്ടോ.